ഹലോ എവരിവൺ. സെറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളെ പരിചയപ്പെടുത്തുന്ന ഐ+ൻ്റെ സെറ്റ് ക്രാക്കറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സെറമണി ഓഫ് ഇനിഷ്യേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ബുദ്ധിസം ഈസ് നോൺ ആസ്. ബുദ്ധിസത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭത്തിൽ നടത്തുന്ന ആ ഒരു സെറമണി, ഒരു ചടങ്ങിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. എ ഉപനയന, ബി ഉപസംവാദ, സി ഉപനയൻ, ഡി പബ്ബാജ. ഉത്തരം പബ്ബാജയാണ് കേട്ടോ. ബുദ്ധിസത്തിൽ കുട്ടികൾ അല്ലെങ്കിൽ വ്യക്തികൾക്ക് വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ആരംഭിക്കുന്ന സെറിമണിയാണ് പബ്ബാജ എന്ന് പറയുന്നത്. ഓക്കെ, ഉപനയന എന്താണെന്ന് നോക്കുള്ളൂ. ഉപനയന ഈസ് വൺ ഓഫ് ദ 16 സംസ്കാരാസ് ഓർ പ്യൂരിഫാക്ടറി റൈറ്റ്സ് ഇൻ വിച്ച് എ ബോയ് ഈസ് invested with the sacred thread and thus endowed with the second or spiritual birth and qualified to learn the Veda by heart. ഹൃദയം കൊണ്ട് വേദം പഠിക്കാൻ ഒരാളെ തയ്യാറെടുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തയ്യാറാവാൻ വേണ്ടി നടത്തുന്ന ഒരു സെറിമണിയാണ് ഉപനയന എന്ന് പറയുന്നത്. നമ്മൾ ഈ സാധാരണ ഇതിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, മറ്റേ പൂണൂൽ ചടങ്ങ് പറയില്ല, അതാണ്. ഓക്കെ, അടുത്ത ഉപസംവാദ റെപ്രസെന്റ്സ് ദ ഫൈനൽ ഓർഡിനേഷൻ റിച്വൽ മാർക്കിംഗ് ദ കൾമിനേഷൻ ഓഫ് വൺസ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ്. വിദ്യാഭ്യാസത്തിന്റെ അവസാനം, അതായത് ശിക്ഷണം നേടിക്കഴിഞ്ഞ് വിദ്യാലയം അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ഗുരുക്കന്മാരുടെ അടുത്തു നിന്നും വിടുതൽ വാങ്ങുമ്പോൾ നടത്തുന്ന ആ ഒരു സെറിമണി, അതിനാണ് എന്ത് വിളിക്കുന്നത്, ഉപസംവാദ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ബ്രാത്തോപനയൻ ഈസ് ദ എൻട്രി റിച്വൽ അമംഗ് ബ്രാഹ്മൺസ് ഫോർ വൺ ഹു ഈസ് ലിവിങ് ചൈൽഡ്ഹുഡ് ടു ജോയിൻ സ്റ്റുഡൻറ്ഹുഡ്. അതായത് ബാല്യകാലത്തിൽ നിന്നും വിദ്യാർത്ഥി എന്നൊരു സ്റ്റേജിലേക്ക് വരുമ്പോൾ നടത്തുന്ന ബ്രാഹ്മൺസിനിടയിൽ നടത്തുന്ന ഒരു ചടങ്ങായിട്ടാണ് ബ്രാത്തോപനയൻ അറിയപ്പെടുന്നത്. ഓക്കെ, എൻട്രി റിച്വലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഉത്തരം പബ്ബാജയാണ്. Okay, our secondary education remains the weakest link in our educational machinery. This statement was made by. സെക്കൻഡറി വിദ്യാഭ്യാസം ഒരു വീക്കസ്റ്റ് ലിങ്ക് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് പറഞ്ഞത് ആരാണെന്നുള്ളതാണ് ചോദ്യം. എ മുതലിയാർ കമ്മീഷൻ. കമ്മീഷനുകളെ പറ്റിയാണ്. ഏത് കമ്മീഷനാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടതെന്നുള്ളതാണ്. മുതലിയാർ കമ്മീഷൻ ഉണ്ട്, ഹർട്ടോഗ് കമ്മീഷൻ ഉണ്ട്, രാധാകൃഷ്ണൻ കമ്മീഷൻ ഉണ്ട്, കോത്താരി കമ്മീഷൻ. ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏത് വിദ്യാഭ്യാസ കമ്മീഷനാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം രാധാകൃഷ്ണൻ കമ്മീഷനാണ് കേട്ടോ. രാധാകൃഷ്ണൻ കമ്മീഷൻ നോക്കോളൂ. രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 നിലവിൽ വരുന്നത്. അതായത് സർവകലാശാല വിദ്യാഭ്യാസത്തിനെ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പരിഷ്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ കേട്ടോ. അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അറിയപ്പെടുന്നത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. വർഷം 1948. അതുപോലെ നോക്കൂ, LS മുതലിയാർ കമ്മീഷൻ നമ്മൾ ചുരുക്കപ്പേര് അറിയപ്പെടുന്ന ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 അതാണ് യഥാർത്ഥ എന്നറിയപ്പെടുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അറിയപ്പെടുന്നത് ഏതാണ്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അറിയപ്പെടുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് രാധാകൃഷ്ണൻ കമ്മീഷൻ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, ഹർട്ടോഗ് കമ്മീഷന്റെ വർഷം 1929. അതുപോലെ കോത്താരി കമ്മീഷൻ ഓഫ് 1964 to 1966 1964 മുതൽ 66 വരെ നിലവിലുണ്ടായിരുന്ന ഒരു കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ശ്രദ്ധിച്ചോളൂ. ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീയിങ് ഷേപ്ഡ് ഇൻ ഹർ ക്ലാസ് റൂംസ്. അതായത് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളിലാണെന്ന് അഭിപ്രായപ്പെട്ട കമ്മീഷനാണ് DS അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് DS കോത്താരി. അദ്ദേഹം കോത്താരി കമ്മീഷന്റെ ഭാഗമായിരുന്നപ്പോഴാണത് സംസാരിക്കുകയുണ്ടായത്. ഓക്കെ, കമ്മീഷൻ ഇൻട്രൊഡ്യൂസ്ഡ് 10+2+3 സിസ്റ്റം ഇൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഈസ് കോത്താരി കമ്മീഷൻ. അതായത് ഇന്ത്യയിൽ 10+2+3 എന്ന സിസ്റ്റം പ്രിവെയിൽ ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റം അവതരിപ്പിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതും കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു DS കോത്താരി എന്നുള്ളത് മറന്നു പോകാതിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. മാച്ച് ദ ഫോളോയിങ് ആണ്. അഡൽട്ട് എഡ്യൂക്കേഷൻ, ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ, വാർധ എഡ്യൂക്കേഷൻ. ഇത്രയും 4 ലിസ്റ്റ് എ. അതുപോലെ ജോൺ ഡ്യൂയി, എഡ്വേർഡ് സി ലൈൻമാൻ, മഹാത്മാഗാന്ധി കേട്ടോ, ശ്രീ അരബിന്ദോ. ഇതാണ് ലിസ്റ്റ് 2 എന്ന് പറയുന്നത്. നമുക്ക് ആൻസറിലേക്ക് അങ്ങ് പോകാം. നോക്കൂ, അഡൽട്ട് എഡ്യൂക്കേഷൻ എന്നത് എഡ്വേർഡ് സി ലിൻഡ്മാൻ്റെ ആണ് അഡൽട്ട് എഡ്യൂക്കേഷൻ. അതുപോലെ ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സർ അരബിന്ദോയുടെയാണ്.
പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജോൺ ഡ്യൂയിയുടെയാണ്. അതുപോലെ വാർധ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ. വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ അല്ലെങ്കിൽ നയി താലിം എന്നൊക്കെ അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ പദ്ധതിയാണ്, എഡ്യൂക്കേഷൻ പദ്ധതിയാണ് അല്ലെങ്കിൽ പോളിസിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The ego defense mechanism that pushes unacceptable thoughts, memories, impulses or desires beyond conscious awareness. അതായത് എന്താണ്, നമുക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ബുദ്ധിമുട്ടാക്കുന്ന വിഷമം തോന്നുന്ന കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് സപ്രസ് ചെയ്യുന്ന മെക്കാനിസം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് പുഷസ് അൺഅക്സെപ്റ്റബിൾ തോട്ട്സ്, മെമ്മറീസ്, ഇമ്പൾസ് ഡിസൈർസ് ബിയോണ്ട് കോൺഷ്യസ് അവയർനെസ്. അതായത് ബോധമനസ്സിൻ്റെ അടിയിലേക്ക്, ബോധമനസ്സിൻ്റെ താഴേക്ക് ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങളെ പുഷ് ചെയ്തത്, അതായത് സപ്രസ് ചെയ്ത് അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന എന്താണ് സെൽഫ് ഡിഫെൻസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ സമായോജന ക്രിയാതന്ത്രം എന്ന് പറയുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അതൊരുവിധപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും. ഉത്തരം റിപ്രഷനാണ്. റിപ്രഷൻ. ഓക്കെ, റിപ്രഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? റിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം തോന്നുന്ന ഘട്ടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളോ സംഭവങ്ങളോ ഉണ്ടായാൽ നമുക്ക് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ എന്താണ് മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് താഴ്ത്തി വിടുക എന്നുള്ളതാണ് റിപ്രഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ, റിപ്രഷൻ പ്രിൻസിപ്പിൾ പുട്ട് ഫോർവേഡ് ചെയ്ത് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ആണ് റിപ്രഷൻ പ്രിൻസിപ്പിൾ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ദ ഡിഫൻസ് മെക്കാനിസം ഇൻ വിച്ച് ദ റീസൺ ഫോർ ഇനബിലിറ്റീസ് ഫെയിലിയേഴ്സ് ഓഫ് വൺ ഈസ് ഇമ്പോസ്ഡ് ഓൺ അതേഴ്സ്. അതായത് ഒരാളുടെ പരാജയ കാരണം അല്ലെങ്കിൽ അയാളുടെ കഴിവില്ലായ്മയൊക്കെ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കുന്ന ആ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന് വിളിക്കുന്ന പേരാണ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്രക്ഷേപണം എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പരീക്ഷയ്ക്ക് ഒരു കുട്ടി തോറ്റുപോയി. അപ്പോൾ പറയുന്നതാ, ആ സാറ് നല്ലപോലെ പഠിപ്പിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോയത്. അപ്പം തനിക്കുണ്ടായ ഒരു പ്രശ്നത്തിനെ മറ്റൊരാളുടെ തലയിലേക്ക് എന്ത് ചെയ്യുന്നു, പഴിചാരുന്നു അല്ലെങ്കിൽ കെട്ടിവെക്കുന്നതിനെയാണ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ സമായോജന ക്രിയാതന്ത്രം, അതാണ് ഇത് പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്രക്ഷേപണം എന്ന് പറയുന്ന കാര്യം ഓർത്ത് വെച്ചിരിക്കും. ഓക്കെ, അടുത്തത് ഡിഫൻസ് മെക്കാനിസം ഇൻ വിച്ച് the defense mechanism in which someone tries to forget the failures or in negativities incurred to him by doing something which is creative and good for the society. അതായത് ഒരാൾക്ക് എന്താ ഉണ്ടാകുന്ന പരാജയങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ന്യൂനതകളോ ഒക്കെ മറക്കാൻ വേണ്ടി അദ്ദേഹം സ്വല്പം ക്രിയേറ്റീവായ എന്തെങ്കിലും കാര്യങ്ങൾ, സമൂഹത്തിന് നല്ലതാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സബ്ലിമേഷൻ ഓർത്ത് വെച്ചേക്കാം, സബ്ലിമേഷൻ. ഓക്കെ, അതിൻ്റെ മലയാളം ഉദാത്തീകരണം എന്നുള്ളതാണ്. ഉദാത്തീകരണം, സബ്ലിമേഷൻ. അപ്പോൾ അതായത് എന്തെങ്കിലും ഒരു ദോഷം അല്ലെങ്കിൽ ഒരു പരാജയമൊക്കെ ഉണ്ടാകുന്ന ഒരു വ്യക്തി സമൂഹത്തിന് നല്ലത് ചെയ്തുകൊണ്ട് ആ ഒരു പരാജയത്തിൻ്റെ വിഷമതകൾ മറന്ന് സന്തോഷിക്കുക, അങ്ങനെ ഒരു ആത്മസംതൃപ്തി നേടുന്നതിനാണ് സബ്ലിമേഷൻ എന്ന ഒരു സെൽഫ് ഡിഫൻസ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ ഡിഫൻസ് മെക്കാനിസം ഇൻ വിച്ച് എ പേഴ്സൺ ആക്ട്സ് ലൈക്ക് എ പേഴ്സൺ ദ പാസ്റ്റ് ടു എസ്കേപ്പ് ഫ്രം ദ പ്രോബ്ലംസ്. പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കേണ്ട സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് പണ്ടത്തെ കൂട്ട് അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന പ്രവർത്തികളൊക്കെ അനുകരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിഗ്രഷൻ അല്ലെങ്കിൽ പശ്ചാത്ഗമനം എന്ന് പറയുന്നത്. റിഗ്രഷനും റിപ്രഷനും തമ്മിൽ തിരിഞ്ഞു പോകരുത്, വളരെ വലിയ വ്യത്യാസമുണ്ട്, പേരിൽ മാത്രമേ ഉള്ളൂ സാമ്യം, ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് കുട്ടികളുള്ള വീട്ടിൽ മൂത്ത കുട്ടി അച്ഛൻ്റെ അമ്മയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അല്ലെങ്കിൽ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ താൻ ചെയ്തിരുന്ന പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൊച്ചുകുട്ടിയെ പോലെ പെരുമാറും. അപ്പോൾ അവരുടെ സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതാണ് എന്താണ് റിഗ്രഷൻ എന്നുള്ള ഒരു എക്സാമ്പിളാണ്. റിഗ്രഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കിക്കോളൂ. ദ എക്സ്റ്റെന്റ് ടു വിച്ച് എ ടെസ്റ്റ് മെഷേഴ്സ് വാട്ട് ഈസ് സപ്പോസ് ടു മെഷേർഡ് ഇസ് കോൾഡ്. അതായത് എന്താണ് മെഷർ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ എക്സ്റ്റെന്റ് ഒരു ടെസ്റ്റിൻ്റെ ഈ ഒരു എക്സ്റ്റെന്റിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. എന്താണ് മെഷർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു എക്സ്റ്റെന്റ്, ആ ഒരു ടെസ്റ്റിനെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചാൽ റിലയബിലിറ്റി ആണോ, വാലിഡിറ്റി ആണോ, ഒബ്ജക്റ്റിവിറ്റി ആണോ, സ്യൂട്ടബിലിറ്റി ആണോ. നമ്മൾ ഈ റിലയബിലിറ്റിയെ പറ്റിയൊക്കെയുള്ള കാര്യം മുൻപ് ക്വസ്റ്റ്യൻസിൽ നമ്മുടെ സെറ്റ് ക്രാക്കറിൻ്റെ മുൻപുള്ള പാർട്ടുകളിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം വാലിഡിറ്റി ആണ് കേട്ടോ. വാലിഡിറ്റി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനറ്റിക് എപ്പിസ്റ്റമോളജി. മാച്ചിങ് ആണ്. ജനറ്റിക് എപ്പിസ്റ്റമോളജി, പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്, ഐഡന്റിറ്റി ആൻഡ് ലൈഫ് സൈക്കിൾ, മൈൻഡ് ഇൻ സൊസൈറ്റി.
ലിസ്റ്റ് ബി നോക്കിയോളൂ, അല്ലെങ്കിൽ ലിസ്റ്റ് 2 നോക്കിയോളൂ. വൈഗോട്സ്കി, എറിക്സൺ, പിയാഷെ, പൗലോ ഫ്രെയർ. നോക്കൂ, ഇവിടെ ജനറ്റിക് എപ്പിസ്റ്റമോളജിയും പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് ഒരു കാരണവശാലും ആരും മറന്നു പോകാനോ തെറ്റാനോ ഇടയില്ലാത്ത കാര്യമാണ്. കാരണം അത്രയ്ക്ക് ബേസിക് ആയ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ എല്ലാവരും സുപരിചിതമായി അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജനറ്റിക് എപ്പിസ്റ്റമോളജി പിയാഷെയാണ്, ജീൻ പിയാഷെയുടെയാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. അതുപോലെ പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ് പൗലോ ഫ്രെയറിന്റെയാണ്. പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ് പൗലോ ഫ്രെയറിന്റെയാണ്. ജനറ്റിക് എപ്പിസ്റ്റമോളജി ജീൻ പിയാഷെയുടെയാണ്. ഓക്കെ, ഐഡന്റിറ്റി ആൻഡ് ലൈഫ് സൈക്കിൾ എറിക്സൺ ആൻഡ് മൈൻഡ് ഇൻ സൊസൈറ്റി വൈഗോട്സ്കി. അപ്പൊ അങ്ങനെയാണ് നമുക്കിത് മാച്ച് ചെയ്യാൻ സാധിക്കുന്നത്. ഓർത്തിരിക്കുക, ആദ്യത്തെ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റെഗുലർ ക്വസ്റ്റ്യൻസ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ബേസിക് ആയ കാര്യമാണ്, എല്ലാവരും പഠിക്കുന്ന എന്താണ് റെഗുലറായിട്ട് സൈക്കോളജി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കൃത്യമായി മാർക്ക് ചെയ്യാൻ സാധിക്കുന്ന 2 സാധനമാണ് ആദ്യം കിടക്കുന്നത്. ഓക്കെ, next നോക്കുള്ളൂ. The collective terms for all therapeutic treatments based on psychoanalytic principle, the psychological rather than physical or physiological means. അതായത് സൈക്കോ അനലിറ്റിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നടത്തുന്ന എല്ലാ തരം തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റ്സിനെയും കളക്റ്റീവായി നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഉണ്ട്, ബിഹേവിയർ തെറാപ്പി ഉണ്ട്, സൈക്കോ തെറാപ്പി ഉണ്ട്, ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഉണ്ട്. ഇതിന്റെ ആൻസർ സൈക്കോ തെറാപ്പി ആണ് കേട്ടോ, സൈക്കോ തെറാപ്പി കേട്ടോ. നോക്കുള്ളൂ, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്താ നോക്കുള്ളൂ, അതിന്റെ definition നോക്കുള്ളൂ. It's an approach to mental health treatment that involves helping clients to understand and comprehend their own emotions, past and present actions and values. അപ്പോൾ അതാണ് എന്ത് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ആൻ അപ്രോച്ച് ടു മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റ് ദാറ്റ് ഇൻവോൾവ്സ് ഹെൽപ്പിംഗ് ദ ക്ലയൻസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കോംപ്രിഹെൻഡ് ദെയർ ഓൺ ഇമോഷൻസ്. അതായത് അവരുടെ ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ട കോംപ്രിഹെൻഷനും അതുപോലെ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ആക്ഷൻസും ഒക്കെ വിലയിരുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഡീൽ ചെയ്യുന്ന കൗൺസിലിംഗ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയും. ഓക്കെ, അടുത്ത ഡയറക്റ്റീവ് കൗൺസിലിംഗ് നോക്കുമ്പോൾ ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ലിസണിംഗ് ടു എ ക്ലയൻസ് പ്രോബ്ലം, ഡിസൈഡിംഗ് വാട്ട് ഷുഡ് ബി ഡൺ ആൻഡ് ദെൻ എൻകറേജിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ ക്ലയന്റ് ടു ഡു സോ. എന്താണ് പ്രശ്നമെന്ന് കേൾക്കുന്നു, പഠിക്കുന്നു, അതിനൊരു പരിഹാരം പറയുന്നു, ആ ഒരു പരിഹാരം നടത്താൻ വേണ്ടി ആവശ്യമായ പ്രോത്സാഹനവും മോട്ടിവേഷനും ഒക്കെ കൊടുക്കുന്നു. അങ്ങനെയുള്ള കൗൺസിലിംഗ് ആണ് ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ബിഹേവിയർ തെറാപ്പി refers to a range of treatments and techniques which are used to change an individual's maladaptive responses to specific situations. ചില സവിശേഷ സാഹചര്യങ്ങളിൽ വളരെ വ്യത്യസ്തമായി റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാലഡാപ്റ്റീവ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആ സാഹചര്യത്തിലോട്ട് നോർമലി ഒരാൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് വിരുദ്ധമായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റേഞ്ച് ഓഫ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് ടെക്നിക്സ്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ബിഹേവിയർ തെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഓക്കെ, എക്സസൈസ് നോക്കോളൂ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് എ സ്ലോ ലേണർ. ഒരു മന്ദപഠിതാവിനെ സംബന്ധിച്ച് ഉള്ള ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? His or her thinking skills develop at a notably slower rate than peers. മറ്റു കുട്ടികളിൽ നിന്നും വളരെ സ്ലോവർ റേറ്റിലായിരിക്കും അവരുടെ തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഡിലേ ഇൻ അച്ചീവിംഗ് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ്. വികാസത്തിൽ ഉണ്ടാകേണ്ടുന്ന മൈൽ സ്റ്റോണുകൾ വളരെ താമസിച്ച് അക്വയർ ചെയ്യുക അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ നോർമൽ ഇന്റലക്ച്വൽ ഗ്രോത്ത് വൈൽ കമ്പയറിംഗ് ടു പിയേഴ്സ്. മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ നോർമലായ ഇന്റലക്ച്വൽ വൈജ്ഞാനികമായ വികാസമുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തത്. ഓൾവേസ് പൂർ ഫിസിക്കൽ ഗ്രോത്ത് വൈൽ കമ്പയറിംഗ് വിത്ത് പിയേഴ്സുമായിട്ട് അല്ലെങ്കിൽ സമപ്രായക്കാരുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ശുഷ്കിച്ച ഫിസിക്കൽ ഗ്രോത്ത് ആണെന്നുള്ളതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവസാനം പറയുന്ന 3, 4 നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ 1 and 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. 1 and 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. 3, 4 നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം സ്ലോ ലേണർ ഒരിക്കലും ഫിസിക്കലി അൺഫിറ്റ് ആയിരിക്കുമെന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം ഡിലേഡ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിൻ്റെ റീസണായിട്ട് തന്നെ അല്ലേ, ഡെവലപ്മെന്റിന്റെ ഡിലേയിൽ ഉണ്ടാകുന്ന റീസൺ തന്നെ പറയുന്ന ഫാറ്റി ബോഡി എന്നുള്ള ഒരു കാരണം പറയുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിലേഡ് ഡെവലപ്മെന്റ് ഉള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും ഫിസിക്കൽ ഗ്രോത്ത് വളരെ മോശമാണെന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു ജനറലൈസേഷൻ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ അങ്ങനെയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടായേക്കാം, പക്ഷെ അതൊരു ജനറലൈസേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞ് സ്ഥാപിക്കാൻ സാധിക്കില്ല. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. മാച്ച് ദ ഫോളോയിങ് ആണ് വീണ്ടും. ലിസ്റ്റ് 1 നോക്കൂ. ഇന്ററാക്ഷൻ അനാലിസിസ്, പ്രോഗ്രാംഡ് ലേണിംഗ്, ടീച്ചിങ് മെഷീൻസ്, കോൺ ഓഫ് എക്സ്പീരിയൻസ്. ഓക്കെ, ലിസ്റ്റ് 2 എഡ്ഗർ ഡെയിൽ, സിഡ്നി എൽ പ്രസി, ഫ്ലാൻഡേഴ്സ്, സ്കിന്നർ. ഇവിടെ ഏറ്റവും ഫെമിലിയർ ആയിട്ട് നമുക്ക് 2 ഓപ്ഷൻ കിട്ടും.
കോൺ ഓഫ് എക്സ്പീരിയൻസ്, ഇത് നമ്മൾ കോൺ ഓഫ് എക്സ്പീരിയൻസ് പറയുന്നത് തന്നെ ഒരു സൈക്കോളജിസ്റ്റിന്റെ പേരൂടെ ചേർത്തുണ്ട്, ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്, ഇങ്ങനെ നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ അത് എഡ്ഗർ ഡെയിലാണ് കോൺ ഓഫ് എക്സ്പീരിയൻസ്. ഡി എന്ന് പറയുന്നത് 1 മാച്ച് ചെയ്യേണ്ടത്. അതുപോലെ പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്നത് സ്കിന്നർ ആണെന്നും നമുക്കറിയാം അല്ലേ. ബിയുടെ ഓപ്ഷൻ 4 ആണെന്ന് നമുക്കറിയാം, ഡി 1 ആണെന്നും അറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എന്താ പറയുക, ഇൻട്രാക്ഷൻ അനാലിസിസ് ഫ്ലാൻഡേഴ്സ്, നമ്മൾ നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഫ്ലാൻഡറുമായി ബന്ധപ്പെട്ട് ഇൻട്രാക്ഷൻ അനാലിസിൻ്റെ ക്വസ്റ്റ്യൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ സെറ്റ് ക്രാക്കറിൻ്റെ പ്രീവിയസ് സെഷനുകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് കാണുക. ഓക്കെ, പ്രോഗ്രാംഡ് ലേണിംഗ് സ്കിന്നർ ആണ്. ടീച്ചിങ് മെഷീൻസ് ടെക്നിയൽ പ്രസി ആണ്. കോൺ ഓഫ് എക്സ്പീരിയൻസ് എഡ്ഗർ ഡെയിലാണ്. കോൺ ഓഫ് എക്സ്പീരിയൻസിൻ്റെ എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കോൺ ഓഫ് എക്സ്പീരിയൻസ് പറയുന്നത് തന്നെ എന്താണ്, ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹു ഡിഫൈൻഡ് കരിക്കുലം ഈസ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആർട്ടിസ്റ്റ് ടു മോൾഡ് ഹിസ് ഓർ ഹർ മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഐഡിയൽസ് ഇൻ ദ സ്റ്റുഡിയോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാണ് ആരാണ്, കരിക്കുലത്തിനെ പറ്റി ഒരു കമന്റ് ആണ് പറഞ്ഞത്. കരിക്കുലം ഈസ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ് to mold his or her materials according to his or her ideals in the studio. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ നോക്കൂ, ഫ്രോബൽ ഉണ്ട്, ക്രോവാൻക്രോ ഉണ്ട്, കണ്ണിങ്ഹാം ഉണ്ട്, അതുപോലെ പെസ്തലോസി ഉണ്ട്. ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞ ആൻസർ എന്ന് പറയുന്ന ആരാണ്, കണ്ണിങ്ഹാം ആണ് കേട്ടോ. കണ്ണിങ്ഹാം ആണ് അങ്ങനെ ഒരു എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവർ പറഞ്ഞിരിക്കുന്ന അതിൽ 1-2 പേര് പറഞ്ഞിരിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ് കൂടെ നമുക്ക് നോക്കാം. സൈക്കോളജി ഈസ് ദ ലേണിംഗ് ഓഫ് ബിഹേവിയേഴ്സ് ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. സൈക്കോളജി എന്നത് പെരുമാറ്റങ്ങളുടെയും അല്ലെങ്കിൽ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും തമ്മിലുള്ള അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള പഠനമാണ് സൈക്കോളജി. മനഃശാസ്ത്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ക്രോ. അതുപോലെ ചിൽഡ്രൻ ആർ ലൈക്ക് ടൈനി ഫ്ലവേഴ്സ്, ദേ ആർ വേരിഡ് ആൻഡ് നീഡ് കെയർ ബട്ട് ഈച്ച് ഈസ് ബ്യൂട്ടിഫുൾ അലോൺ ആൻഡ് ഗ്ലോറിയസ് വെൻ സീൻ ഇൻ എ കമ്മ്യൂണിറ്റി ഓഫ് പിയേഴ്സ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായപ്പെട്ടത് ഫ്രോബലാണ്. കുട്ടികളെ പറ്റി പറഞ്ഞ കമന്റാണ്. ഇദ്ദേഹം കിൻഡർ ഗാർട്ടൻ എന്ന ഒരു ആശയത്തിന്റെ വക്താവാണ് അല്ലെങ്കിൽ അതിന്റെ ഉപജ്ഞാതാവാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, കുട്ടികളുമായി സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊന്ന് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. ഓക്കെ, a test designed to measure the relative accomplishment of a specific area of academics. ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സെറ്റ് ക്രാക്കറിന്റെ മുൻപുള്ള സെഷനുകളിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ഉറപ്പായും അത് കാണുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ മാത്രമാണ് നമ്മളിപ്പോൾ തൽക്കാലം വരുന്നത്. ഓപ്ഷൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഓപ്ഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നേരത്തെ മുൻപുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു സ്പെസിഫിക് ഏരിയ ഓഫ് അക്കാഡമിക്സ്, അതായത് പഠിപ്പിച്ചൊരു നിശ്ചിത പാഠഭാഗത്തെ കുട്ടികൾക്ക് എത്രമാത്രം അതിൻ്റെ ഒരു എന്താണ് ഐഡിയ അക്കംപ്ലിഷ് ചെയ്യാൻ സാധിച്ചു എന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് കേട്ടോ. അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഓക്കെ, അതിന്റെ ആൻസർ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് an exceptional child is enrolled in the regular classroom and goes to the special room for specialized instruction, that room is called. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൽ ഒരു എക്സെപ്ഷണൽ ചൈൽഡ്, അതായത് മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായ അല്ലെങ്കിൽ മേ ബി ഒരിത്തിരി ബാക്കിലേക്ക് നിൽക്കുന്ന ഒരു കുട്ടി ക്ലാസ്സിലേക്ക് എൻറോൾ ചെയ്യപ്പെടുന്നു, റെഗുലർ ക്ലാസ് റൂമിലേക്ക് വരുന്നു. ദെൻ ഗോസ് ടു എ സ്പെഷ്യൽ റൂം ഫോർ സ്പെഷ്യലൈസ്ഡ്, അതായത് അവന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവന് വേണ്ടി ഒരു കൊടുക്കുന്ന സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അഡീഷണൽ ഹെൽപ്പിന് വേണ്ടി അവന് റൂമിലേക്ക് പോകുന്നു. ആൻഡ് ദാറ്റ് റൂം ഈസ് കോൾഡ്, അങ്ങനെ റൂമിനെ വിളിക്കുന്ന പേരെന്താണെന്ന് വെച്ചാൽ ദാറ്റ് റൂം ഈസ് കോൾഡ് റിസോഴ്സ് റൂം കേട്ടോ. റിസോഴ്സ് റൂം എന്നാണ് അങ്ങനെയുള്ള റൂമുകളെ അറിയപ്പെടുന്നത് കേട്ടോ. ഓർത്തിരിക്കുക. In an integrated setting, students with special needs may be taken out of the regular classroom for parts of the school day to receive more intensive support in a resource room. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ പരിഗണന അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അവനെ കുറച്ചും കൂടി ഹെൽപ്പ് കിട്ടാൻ വേണ്ടി മറ്റു കുട്ടികളിൽ നിന്ന് കൂടുതൽ എന്താണ് സഹായം അവന് വേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവനെ റെഗുലർ ക്ലാസ് റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ആൻഡ് ദാറ്റ് റൂം ഈസ് കോൾഡ് റിസോഴ്സ് റൂം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The National Organization for Propagating Culture among College and School Students. കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ സംസ്കാരം എന്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ബോഡി അല്ലെങ്കിൽ നാഷണൽ ദേശീയ ഓർഗനൈസേഷൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിലുള്ള ബോഡി എന്താണ് നാഷണൽ ബോഡീസിനെ പറ്റി നമ്മൾ മുൻപുള്ള ക്വസ്റ്റ്യൻസിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. സെറ്റ് ക്രാക്കറിൻ്റെ മുൻപുള്ള പാർട്ടുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലാത്ത 2 പാർട്ടുകൾ ICSE CCRTയുമാണ്.
അപ്പോൾ ആ ഒരു പാർട്ട് കണ്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും കേട്ടോ. ഇതിന്റെ ഉത്തരം CCRT ആണ്. CCRT, സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് ഈസ് എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്കിംഗ് ദ ഫീൽഡ് ഓഫ് ലിങ്കിങ് എഡ്യൂക്കേഷൻ വിത്ത് കൾച്ചർ. വിദ്യാഭ്യാസത്തിനെ സംസ്കാരവുമായി യോജിപ്പിക്കുന്ന ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത് CCRT, സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്, വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1979. ഓക്കെ. അതുപോലെ ICSE എന്ന് പറയുന്നത് ആക്ച്വലി CICSE എന്നുള്ള അതിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്തതാണ്. അതായത് CICSE എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഫോർ ദ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻസ്. അതായത് നമ്മൾ അല്ലേ CBSE അല്ലെങ്കിൽ ICSE അങ്ങനെയൊക്കെ പറയില്ലേ, അപ്പോൾ അതാണ് CICSE എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ബാക്കി രണ്ട് ബോഡീസിനെ പറ്റി നമ്മൾ മുൻപുള്ള സെറ്റ് ക്രാക്കറിന്റെ എപ്പിസോഡുകളിൽ ഓപ്ഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അടുത്ത ദിവസം നമ്മൾ രാജു ഇസ് എ ടീച്ചർ, ഹിസ് ഹെഡ് മാസ്റ്റർ ആസ്ക്ഡ് ഹിം ടു മേക്ക് ആൻ e-content on the topic democracy. Raju followed some steps based on ADDIE model. Select the correct step based on this model. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റിൻ്റെ എക്സ്പ്ലനേഷനെ പറ്റിയൊക്കെ അവിടെ നിൽക്കട്ടെ. ADDIE മോഡലിനെ പറ്റിയാണ് ചോദിച്ചത്. ADDIE ഒരു അബ്രിവേഷൻ ആണ്. ആ മോഡലിനെ സംബന്ധിച്ച് കറക്റ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ഒരുവിധം ഇതിനെപ്പറ്റി അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഈ ഓപ്ഷൻസ് വളരെ വിദഗ്ധമായിട്ട് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ. ഓപ്ഷൻസ് ഞാൻ പറയുന്നില്ല. അറേഞ്ച്, അനലൈസ് ഉണ്ട്, ഡെവലപ്പ്, ഡിസൈൻ, ഇൻസ്പെക്ട്, എക്സിക്യൂട്ട്. ഈ ഒരു 5 വേർഡ്സിനെയാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, ജമ്പിൾ ഓർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? അനലൈസ്, ഡിസൈൻ, ഡെവലപ്മെന്റ്, ഇംപ്ലിമെന്റ്, ഇവാലുവേറ്റ്. ഇതാണ് അനലൈസ്, ഡിസൈൻ, ഡെവലപ്പ്, ഇംപ്ലിമെന്റ്, ഇവാലുവേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ADDIEയുടെ കറക്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അനലൈസ് അതായത് വിശകലനം ചെയ്യുന്നു, ദെൻ ഡിസൈൻ ചെയ്യുന്നു, ദെൻ ഡെവലപ്പ് ചെയ്യുന്നു, ദെൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ദെൻ അതിനെ വിലയിരുത്തുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇതാണ് ADDIE എന്നതുകൊണ്ട് കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ADDIE മോഡൽ വാസ് ക്രിയേറ്റഡ് ബൈ ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ ഇയർ 1970. 1970 ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഈ ADDIE മോഡൽ എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. അവരത് തുടക്കത്തിലൊക്കെ ഇത് മിലിറ്ററി പർപ്പസിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ കേട്ടോ. അപ്പോൾ ഇൻ ദ ഇയർ 1970 സംഭവിച്ചെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അൺഇൻറ്റൻഡഡ് ഓർ ഹിഡൻ കോൺസിക്വൻസസ് ഓഫ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ്. അതായത് ഒരു സാമൂഹിക പ്രസ്ഥാനത്തിന്റെ അൺഇൻറ്റൻഡഡ് ഓർ ഹിഡൻ കോൺസിക്വൻസസ്, അതിൻ്റെ നമുക്ക് എന്താണ് പുറത്ത് അറിയപ്പെടാത്ത കോൺസിക്വൻസസ്, ഹിഡൻ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്നറിയപ്പെടുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അതിനെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. എ ഓപ്ഷൻ നോക്കൂ. ലേറ്റന്റ് ഫംഗ്ഷൻ ആണോ, ഡിസ്ഫങ്ഷൻ ആണോ, മാനിഫെസ്റ്റ് ഫംഗ്ഷൻ ആണോ, മിസ്ഫങ്ഷൻ? ഇതിൽ ഏതാണ് ഒരു സാമൂഹിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചുകൊണ്ട് അൺഇൻറ്റൻഡഡ് അല്ലെങ്കിൽ എന്താണ് ഹിഡൻ കോൺസിക്വൻസ്, അതായത് ഉദ്ദേശിച്ചിട്ടില്ലാത്തതോ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നതായ ഒരു കോൺസിക്വൻസ്, അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ലേറ്റന്റ് ഫംഗ്ഷൻ കേട്ടോ. ലേറ്റന്റ് ഫംഗ്ഷൻ ഓപ്ഷൻ നോക്കിയോളൂ. മാനിഫെസ്റ്റ് ഫംഗ്ഷൻ ഒരു സോഷ്യൽ ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് എന്താണ് മാനിഫെസ്റ്റ് ഫംഗ്ഷൻ നോക്കൂ. മാനിഫെസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസിക്വൻസസ് ദാറ്റ് പീപ്പിൾ സീ, ഒബ്സർവ് ഓർ ഈവൻ എക്സ്പെക്ട്. അതായത് ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംഘടന രൂപീകരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാവാൻ പോകുന്ന ഈൽഡ്, അതിൻ്റെ ഫലം എന്തൊക്കെയാണ്. ഇപ്പോൾ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ തുടങ്ങുന്നു അല്ലേ. ചാരിറ്റബിൾ ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ ആ നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വിവാഹങ്ങൾ നടത്തി കൊടുക്കുക, വിദ്യാഭ്യാസം സഹായിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് ഒന്നുകിൽ അവർ പറയും, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാനെങ്കിലും പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണ് എന്ത് മാനിഫെസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ മാനിഫെസ്റ്റ് ഫംഗ്ഷൻ എന്താണെന്ന് ക്ലിയർ ആണ്. ശരി. ഇനി ലേറ്റന്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഫങ്ഷൻസ് ദോസ് ദാറ്റ് ആർ നെയ്തർ റെക്കഗ്നൈസ്ഡ് നോർ ഇന്റൻഡഡ്. അതായത് നമുക്ക് തിരിച്ചറിയപ്പെടാനോ അവർ തിരിച്ചറിയണമെന്ന് ഉദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലാത്ത, മേ ബി ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നവർ പോലും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഫലങ്ങൾ ചിലപ്പോൾ എന്താവും, ഇൻറ്റൻറ്റ് ചെയ്യപ്പെടാത്തതോ റെക്കഗ്നൈസ് ചെയ്യപ്പെടാത്തതായ ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ലേറ്റന്റ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എന്താണ് ഡിസ്ഫങ്ഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് മാനിഫെസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് ലേറ്റന്റ് ഫംഗ്ഷൻസ് വിച്ച് കോസ് നെഗറ്റീവ് ഇഫക്റ്റ് ഓൺ സൊസൈറ്റി. അതിനകത്ത് മാനിഫെസ്റ്റ് ഫംഗ്ഷൻസും വരും, ലേറ്റന്റ് ഫംഗ്ഷൻസും വരും. പക്ഷേ സൊസൈറ്റിക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതിൻ്റെ അകത്ത് ചിലപ്പോൾ മാനിഫെസ്റ്റ് ഫംഗ്ഷൻസും ഉണ്ടാവാം, ലേറ്റന്റ് ഫംഗ്ഷൻസും ഉണ്ടാവാം. പക്ഷേ ബോത്ത് എന്തുണ്ടാവും, സൊസൈറ്റിക്ക് നെഗറ്റീവായിട്ട് ഉണ്ടാകുന്ന തരത്തിലുള്ള ഇൻറ്റൻഡഡോ അൺഇൻറ്റൻഡഡോ ആയിട്ടുള്ള
എന്താണ് ഫങ്ഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു കോൺസിക്വൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഡിസ്ഫങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെറ്റ് ക്രാക്കറിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സെറ്റ് ക്രാക്കറിൻ്റെ മറ്റൊരു എപ്പിസോഡിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.